ആദർശ് ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറായില്ലെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. ഞാൻ വരാം സർ. ഓക്കെ, ഗുഡ്. സർ, ആദർശിനെ വണ്ടി കൊണ്ടിരുത്ത. ശരി സർ. സർ, അത് ഒന്നും പേടിക്കണ്ട മാഡം, ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാൻ വേണ്ടിയാ, മറ്റൊന്നിനുമല്ല. വരൂ. ചെല തെളിവുകളെല്ലാം ആദർശിനെതിരാണ്. സത്യം എന്താണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ. എന്തായാലും മാഡത്തിന്റെ വക്കീലുമായിട്ടും സംസാരിക്കുക. അറസ്റ്റ് ചെയ്തതാണോ? 1-2 കാര്യങ്ങൾ കൂടി കൺഫേം ചെയ്യാനുണ്ട്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. ഓക്കെ. ഇല്ല, എന്റെ മോൻ അങ്ങനൊന്നും ചെയ്യില്ല. അതെ അമ്മ, ആദർശൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മ വേഗം വക്കീലിനെ വിളിക്ക. എനിക്ക് എന്റെ കൈയും കാലും ഒക്കെ തളരുന്ന പോലെ. അമ്മ, ഈ സമയത്ത് തളർന്നു പോവല്ലേ. ആദർശനെ രക്ഷിക്കാൻ വക്കീലിനെ വിളിക്കണം. മോള് പോയി എന്റെ ഫോൺ എടുത്തോണ്ട് വാ. എനിക്ക് സന്തോഷമായി. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നു. ദേവ ബിൽഡേഴ്സിന്റെ പതനം തുടങ്ങി. ഇനി അവർ ഈ ഇൻഡസ്ട്രിയിൽ വെറുമൊരു ഓർമ്മ മാത്രമായി മാറും. ഓർമ്മ പോലും ആവരുത്. ദേവ ബിൽഡേഴ്സിന് ആരുടെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചിരിക്കണം. എന്തിനാ ആളുകൾ അങ്ങനെ വെറുതെ ഒരു കമ്പനി ഉണ്ടായിരുന്നു ഓർക്കുന്നത്? എന്നാൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. എന്താ? ആ മീര ഇല്ലാതാക്കുന്നില്ല എന്നോട് പറഞ്ഞത്. പിന്നെ എന്തിനാ പുതിയ സ്റ്റാഫിനെ തട്ടിക്കളഞ്ഞത്? അതിന് ഞാൻ ആരെയും കൊന്നില്ല പ്രദീപ് സാറേ. പിന്നെ ആ പെൺകുട്ടി എങ്ങനെ മരിച്ചത്? അതെനിക്കറിയില്ല. അതൊക്കെ വിധി പോലെ സംഭവിച്ചതാ. ഇനി ആദർശ് തന്നെയാണോ കൊന്നതെന്നും എനിക്കറിയില്ല. ആദർശ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മഹാദേവൻ എന്തോ മാനിപ്പുലേഷൻ നടത്തിയതായ എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തിനാ പെൺകുട്ടിയെ കൊന്നെന്നായിരുന്നു എന്റെ സംശയം. നിങ്ങളുടെ പ്രധാന ശത്രു ആ മീരയായിരുന്നില്ലേ? അതെ, അവള് തന്നെയാണ് ഇപ്പോഴും എന്റെ നമ്പർ 1 ശത്രു. പക്ഷെ അവള് മരിച്ചിരുന്നെങ്കിൽ എല്ലാം അതോടെ അവസാനിച്ചേനെ. ഇപ്പൊ അവൾ അനുഭവിക്കുന്ന വേദന കാണാനോ ആസ്വദിക്കാനോ കഴിയില്ലായിരുന്നു. ഇപ്പൊ സ്വന്തം ഭർത്താവ് കൊലപാതകയായിട്ട് ജയിലിൽ കഴിയുന്നു. വലിയൊരു കമ്പനി അവൾ വന്ന് കയറിയതോടെ തകർന്നടിയുന്നു. ഇനി അവളെ തലയിൽ വെച്ച് നടക്കുന്ന എൻ്റെ ചേച്ചിയടക്കം എല്ലാവരും അവളെ തള്ളിപ്പറയുന്ന ഒരു ദിവസം വരും. അതിനുവേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. അതിനി അധികം താമസമില്ല. അങ്ങനെയെങ്കിൽ ഇപ്പൊ മരിച്ച പെൺകുട്ടിയുടെ കഥ ഏതെന്ന് മഹാദേവൻ അറിയാമോ? അല്ല, അവളും ആദർശം തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു? ആദർശ് എന്തിനാണ് അന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയത്? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ഞാൻ മീരെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾക്ക് പിറകെയായിരുന്നു. 1-2 ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ മീര ഈ ലോകത്തോട് വിട പറഞ്ഞാൽ. പക്ഷേ പെട്ടെന്നാണ് വിധി ഇങ്ങനൊരു കളി നടത്തിയത്. കാലത്തിന്റെ കളികളിൽ നമ്മളെല്ലാം വെറും നോക്കുകുത്തിയാൽ മാത്രമായി പോകുന്ന കേട്ടിട്ടില്ലേ? അങ്ങനൊരു വിധി ഉണ്ടാകുമ്പം നമ്മളൊക്കെ ആ ഒഴുക്കിനൊപ്പം നീന്തണം.
വെറുതെ ഞാൻ എന്തിനാ വിധിയോട് മല്ലിടുന്നത്? ഇതാണെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. എന്താ, ശരിയല്ലേ? ശരിയാണ്, 100% ശരിയാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പ്രയോജനം ഉണ്ടാകുമോ? ആദർശല്ല കുറ്റം ചെയ്തതെങ്കിൽ അയാളെ പണവും സ്വാധീനവും ഉപയോഗിച്ച് കേസിൽ ദൂരിപ്പോരില്ലേ? നമ്മുടെ പോലീസ് മണ്ടന്മാരാണെന്നാണോ സാറിന്റെ വിചാരം? അവരൊരു തെളിവില്ലാതെ ആദർശിനെ ഒരാളെ അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? കേസിന്റെ എല്ലാ വശങ്ങളും പഠിച്ചുറപ്പിച്ചിട്ടേ അവർ അറസ്റ്റിലേക്ക് നീങ്ങൂ. ഒരു കുറ്റകൃത്യം നടന്ന് മണിക്കൂറുകൾക്കകം പോലീസ് പ്രതിയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ കയ്യിൽ വ്യക്തവും ശക്തവുമായ തെളിവുകൾ ഉണ്ടെന്ന് തന്നെയാ. അത് ശരിയാണ്. പക്ഷെ അതിൽ തന്നെ 2 വശമുണ്ട്. ഒരാളെ പെടുത്താനാണെങ്കിൽ അയാൾക്കെതിരെ തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അത്തരം ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് ആണ് പോലീസിന്റെ കയ്യിലുള്ളതെങ്കിലോ, മനഃപൂർവ്വം ആരെങ്കിലും ആദർശിനെ പെടുത്തിയതാണെങ്കിലോ? എങ്കിൽ ആദർശിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്വമാ. അതവൻ ചെയ്യട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് വീണ് കിട്ടിയ ഒരു സുവർണ അവസരമാണ്. എന്റെ പ്രതികാരം, എന്റെ ലക്ഷ്യങ്ങൾ എല്ലാം നേടാനുള്ള ഒരു സുവർണാവസരം. എന്നും ഇടത്തട്ടിൽ കിടന്ന് ഞെരുങ്ങാതെയും നമുക്ക് മുകളിലുള്ളവന്റെ ചവിട്ട് കൊള്ളാതെയും ഒരു ദിവസമെങ്കിലും ഒരു കമ്പനിയുടെ തലപ്പത്ത് സകല അധികാരത്തോടെയും അവകാശത്തോടെയും എനിക്കിരിക്കണം. അതിന് ഈ അവസരം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇതൊക്കെ നടന്ന നമ്മളെ മറക്കരുത് കേട്ടോ. ഇതിന്റെ എല്ലാം തുടക്കം ഞാനാ. ദേവാ ബിൽഡേഴ്സിന്റെ ആദ്യത്തെ ആണിക്കൽ ഇളക്കി തന്നത് ഞാനാണ്. അതായിരുന്നു അവരുടെ പ്രോജക്റ്റ് നിർത്തിവെക്കാനുള്ള ഓർഡർ. അതൊന്നും ഞാൻ മറക്കില്ല. എന്നെ സഹായിച്ചവരെയും പിന്നിൽ നിന്ന് കുത്തിയവരെയും ഒരിക്കലും ഞാൻ മറക്കില്ല. 2 കൂട്ടർക്കുള്ള സമ്മാനം കൃത്യമായിട്ട് ഞാൻ നൽകിയിരിക്കും. മാഡം വിളിച്ചപ്പോൾ തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. പക്ഷേ ആദർശ് സാറിനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. മൊഴിയെടുത്ത ശേഷം സംസാരിക്കാമെന്നാ പറഞ്ഞത്. ACP അടക്കമുള്ളവർ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ CI സാറിന് ബുദ്ധിമുട്ടുണ്ട്. ACPയോ ADGPയോ ആരെ വേണമെങ്കിലും നമുക്ക് പോയി കണ്ട് സംസാരിക്കാം. ആദർശ് അങ്ങനെ ഒരു തെറ്റിയില്ലെന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ? സ്വന്തം അഡ്വക്കേറ്റിനെ പോലും കാണാൻ സമ്മതിക്കാതെ എന്ത് ചോദ്യം ചെയ്യലാണ് അവരവിടെ നടത്തുന്നത്? ഇതൊക്കെ എങ്ങനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? പോലീസുകാരോട് നമ്മൾ വെറുതെ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നടപ്പാക്കാൻ 100 വഴികളുണ്ട്. നമ്മൾ നിയമം പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ലൂപ്പ് ഹോൾസും അടച്ചായിരിക്കും അവർ തിരിച്ചു പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. CAയോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അവർ വിശദമായി ചോദ്യം ചെയ്ത് എല്ലാം ഉറപ്പിച്ചിട്ടേ അറസ്റ്റ് രേഖപ്പെടുത്തും. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടൻ തന്നെ കോടതി ഹാജരാക്കും. നമുക്ക് അവിടെ ജാമ്യത്തിന് അപേക്ഷിക്കാം. ജാമ്യം കിട്ടിയില്ലെങ്കിൽ റിമാൻഡ് ചെയ്യും. അയ്യോ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. എന്റെ മോനെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിച്ചേ പറ്റൂ സാർ. CAയുമായി സംസാരിച്ചപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം. തെളിവുകളെല്ലാം ആദർശിനെതിരാണ്. മരിച്ച പെൺകുട്ടിയെ അവസാനമായി ജീവനോടെ കണ്ടിരിക്കുന്നത് ആദർശ് സാറാണെന്നാണ് പോലീസ് പറയുന്നത്. ആദർശ് സാർ അവിടെ ചെന്നതിന് അയൽവക്കക്കാരെല്ലാം സാക്ഷികളുമാണ്. CCTV ദൃശ്യങ്ങൾ അത് ശരിവെക്കുന്നുമുണ്ട്. ആദർശ് സാറിന്റെ ഫിംഗർ പ്രിന്റ് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടാനുണ്ട്. എന്നാലും അത് ആദർശ് സാറിന്റെ തന്നെയാണെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ആദർശ് എന്തിനാ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയത്? ഓഫീസിൽ വെച്ച് ആദർശ് സാർ ഇന്ദുവിനെ വഴക്ക് പറഞ്ഞു. അതിനാ കുട്ടി കരഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ ആയിട്ട് പോയതാണെന്നാണ് സാറ് പറഞ്ഞത്. പക്ഷേ പോലീസുകാർക്ക് അത് വിശ്വാസമായിട്ടില്ല. ആവശ്യമില്ലാത്ത മീഡിയ അറ്റൻഷൻ ഈ കേസിന് കിട്ടിയിട്ടുണ്ട്. ലോക്കൽ യൂട്യൂബേഴ്സൊക്കെ ഇത് ആഘോഷിക്കും. അവർക്ക് വ്യൂവേഴ്സ് കിട്ടുന്ന കണ്ടന്റ് ഉള്ളതുകൊണ്ട് പല കഥകളും മെനഞ്ഞു വിടുകയും ചെയ്യും. അതെല്ലാം കമ്പനിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്.
കമ്പനിയുടെ കാര്യങ്ങളും ബിസിനസ്സും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ആദർശിനെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അവരാണ് എനിക്ക് എല്ലാത്തിനും വലുത്. നമുക്ക് ശ്രമിക്കാം. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം. അങ്ങനെ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ പോരാ, റിസൾട്ട് വേണം. ആദർശിനെ പുറത്തെത്തിക്കുന്നതിൽ കുറഞ്ഞൊരു കാര്യവും എനിക്ക് കേൾക്കണ്ട. വക്കീല് പറയുന്ന പണം ഫീസായി ഞാൻ തരും. ഇനി മറ്റേതെങ്കിലും വക്കീലിനെ കണ്ട് സംസാരിക്കണമെങ്കിൽ അതും ചെയ്തോളൂ. നമ്മുടെ കമ്പനിയിലെ ലീഗൽ കാര്യങ്ങൾ ചെയ്യുന്നത് പോലൊരു കേസല്ലല്ലോ ഇത്. അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. അതൊക്കെ എനിക്ക് മനസ്സിലായി മാഡം. ആദ്യം പോലീസിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് അറിയട്ടെ. അതിനുശേഷം ആദർശ് സാറുമായി ഞാൻ സംസാരിക്കാം. നമ്മൾ പറയുന്നത് പോലെ എല്ലാം പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. പലതിനും അതിൻ്റെതായ സമയമെടുക്കും. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണെങ്കിലും അത് പറഞ്ഞാൽ മതി, ഞങ്ങളത് ചെയ്യാം. പക്ഷേ ആദർശിനെ പുറത്തിറക്കി തരണം. സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ എന്ത് നീക്കം നടന്നാലും നമ്മൾ അറിയും. ഞാൻ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തോളാം. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വക്കീല് വിളിച്ചാൽ മതി. ശരി മാഡം. മീര, കണ്ണുകൾ കലങ്ങിയിരിക്കുന്നല്ലോ. ഭഗവാന്റെ മുന്നിൽ നിന്ന് കരയുകയായിരുന്നു. ആദർശനെ രക്ഷിക്കാൻ ഇനി ഭഗവാന് മാത്രമേ കഴിയൂ. അതിനുള്ള വഴി കാണിച്ചു തരാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചതാ ഞാൻ. മീര, ജീവിതം ഇങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രം നടക്കുന്ന ഒന്നുമില്ല. ഇവിടെ സ്ഥിരമായിട്ട് ഒന്നും തന്നെ ഇല്ല. സുഖം മാത്രം മതിയെന്നാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ദുഃഖമുണ്ടെങ്കിലേ സുഖത്തിന് പ്രസക്തിയുള്ളൂ എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഈ രണ്ടവസ്ഥകൾക്ക് മേലെ ജീവിക്കാനാണ് മനുഷ്യർ പഠിക്കേണ്ടത്. സുഖത്തിലും ദുഃഖത്തിലും സാക്ഷിയായിരിക്കാൻ സാധിക്കണം. കാരണം ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇതൊക്കെ പറയാനും ഉപദേശിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ സുഖം വരുമ്പോൾ സന്തോഷിക്കാനും ദുഃഖം വരുമ്പോൾ കരയാനുമേ നമുക്കറിയൂ. മീരയുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുന്ന ആളല്ലേ? അതെ. പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഒരാൾ അനുഭവിക്കുന്നത് കർമ്മഫലമാണെന്ന് ഞാൻ മീരയോട് പറഞ്ഞിട്ടില്ലേ? ഓരോ കാര്യങ്ങൾക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ ആദർശേട്ടൻ തെറ്റിയതിട്ടുണ്ടെന്നാണോ മൂന്നേട്ടൻ പറയുന്നത്? അല്ല, പക്ഷേ ജയിലിൽ കഴിയാനുള്ള വിധി ആദർശനുണ്ടാകും. അതിന്റെ കാരണം ഒരുപക്ഷെ നമുക്കറിയില്ലായിരിക്കാം. അത് ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തെങ്കിലുമോ ചെയ്ത കർമ്മത്തിന്റെ ഫലമാവാം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനെന്ത് മറുപടി പറയണ്ടെന്ന് എനിക്കറിയില്ല. ആദർശേട്ടൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ജയിലിൽ കഴിയുന്നതെങ്കിൽ അത് വലിയ കഷ്ടാ. ഭഗവാൻ ഇങ്ങനൊരു വിധി ആദർശേട്ടന് കൊടുക്കാതെ ആദർശേട്ടനെ രക്ഷിച്ചാൽ മതിയായിരുന്നു. ജയിലത്ര മോശം സ്ഥലമൊന്നുമല്ല. ഞാൻ ജനിച്ചത് ജയിലിലാ. ചെയ്യാത്ത കുറ്റത്തിന് അമ്മ ജയിലിലായി. അവിടെ എന്നെ പ്രസവിച്ചു. ഇതൊക്കെ ഞാൻ ഓർമ്മ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. കുട്ടിയായിരിക്കുമ്പോൾ ജയിൽ എന്താണെന്നോ പുറം ലോകം എന്താണെന്നോ ഒന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആ ബന്ധനം അന്ന് അറിഞ്ഞില്ല. നമ്മൾ എവിടെയായാലും ഈശ്വരനിൽ അടിയുറച്ച് വിശ്വാസമുണ്ടെങ്കിൽ സമാധാനമായിട്ട് കഴിയാൻ സാധിക്കും. നമ്മൾ ബന്ധനത്തിലാണെന്നുള്ള ചിന്തയാണ് ബന്ധനം സൃഷ്ടിക്കുന്നത്. മറിച്ച് സ്വതന്ത്രരാണെന്ന് കരുതിയാൽ സ്വാതന്ത്ര്യമായി. അതൊക്കെ മനസ്സിന്റെ അവസ്ഥയല്ലേ മുകുന്ദേട്ടാ? പക്ഷേ ജയിലിൽ കിടക്കുന്ന ആൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയോ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് നമ്മളെ പിരിഞ്ഞ് ജയിലിൽ കഴിയുമ്പോൾ നമുക്ക് എത്ര തത്വങ്ങൾ വായിച്ചാലോ കേട്ടാലോ സമാധാനം ഉണ്ടാവോ? ഇല്ല. പക്ഷേ അതെല്ലാം ഇവിടെ സംഭവിക്കുന്നു. അതെല്ലാം നമ്മൾ സഹിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ടെൻഷനോടെ ഓടി നടന്നതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാവുന്നുണ്ടോ? ഈ സമയം ഈ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി അതിനെ കടന്നു പോകാൻ അനുവദിച്ചാൽ ആ സമയം മാറിവരും. വേനൽ പോയി മഴയും മഞ്ഞും വരുന്നത് പോലെ
ഇരുട്ട് മാറി വെളിച്ചം വരും പോലെ മാറ്റങ്ങൾ ഉറപ്പായും വരും. അതിന് ക്ഷമയോടെ കാത്തിരിക്കണം. കാത്തിരിക്കാതെ വേറെ വഴിയില്ലല്ലോ. മീരയ്ക്ക് നമ്മുടെ പുരാണ കഥകളും ഇതിഹാസങ്ങളും എല്ലാം അറിയാവുന്നതല്ലേ? അതിലെല്ലാം ഈശ്വരൻ മനുഷ്യാവതാരത്തിൽ ഈ ഭൂമിയിൽ വരുമ്പോൾ സ്വയം നേരിടുന്ന പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടില്ലേ? ഇന്നത്തെ സാധാരണക്കാർക്ക് അതിൻ്റെ 10-1 പരീക്ഷണങ്ങളെങ്കിലും നേരിടേണ്ടി വരുന്നുണ്ടോ? കഥകൾക്കപ്പുറം സത്യം കണ്ടെത്താൻ ശ്രമിക്കൂ. ഈശ്വരനെ അറിയും തോറും മനസ്സിലെ വേവലാതികൾ കുറഞ്ഞു വരും. പ്രശ്നങ്ങൾ എന്ന് കരുതിയതെല്ലാം അങ്ങനെ അല്ലാതാവും. അതുകൊണ്ട് ക്ഷമയോടെ, അടിയുറച്ച വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. എല്ലാം ശരിയാവും. ശരി മുകുന്ദേട്ടാ, ആദർശേട്ടനെ പെട്ടെന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ മുകുന്ദേട്ടനും പ്രാർത്ഥിക്കണേ. തീർച്ചയായും. എന്നാ ഞാൻ പോയിക്കോട്ടെ. ഒന്ന് നിന്നേ. എന്താ ചേച്ചി? നീ എവിടെ പോയതാ? ക്ഷേത്രത്തിൽ പോയതാ. ഇനിയിപ്പോ നിന്റെ കറങ്ങി നടപ്പിന് സൗകര്യമായല്ലോ അല്ലേ? കറങ്ങി നടപ്പോ? അതെ, നിന്റെ ഭർത്താവാ ജയിലിൽ കിടക്കുന്നത്. ആ ഒരു ഓർമ്മയുണ്ട് നിനക്ക്? ഞാൻ ആദർശേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാനാ ചേച്ചി പോയത്. നിന്റെ പ്രാർത്ഥനയുടെ കൂടുതൽ അവനിപ്പോ അനുഭവിക്കുന്നത്. എന്തെങ്കിലും പേരും പറഞ്ഞ് കറങ്ങി നടക്കാനുള്ള ഒരവസരവും നീ കളയില്ലല്ലോ. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? സങ്കടം കൊണ്ട്. എന്റെ ആദർശിന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. ആദർശേട്ടന്റെ കാര്യത്തില് എനിക്ക് വിഷമില്ലെന്നാണോ ചേച്ചി കരുതുന്നത്? അതെ, എന്താ സംശയം? നിനക്ക് അവന്റെ അവസ്ഥയിൽ ഒരു വിഷമവും ഇല്ല. സത്യത്തിൽ നീ ഇതൊരു അവസരമായിട്ട് എടുക്കുന്നത്. ഇങ്ങനൊന്നും പറയല്ലേ ചേച്ചി. ഞാൻ പറയുന്നതാണോ തെറ്റ്? നീ കാണിക്കുന്നതോ? എല്ലാ ദിവസവും ഇവിടെ നിന്ന് ഓരോ കാരണവും പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോവും. ഇത്രയ്ക്ക് ഭക്തിയുള്ളവളാണെങ്കിൽ നീ എന്തിനാ വിവാഹം കഴിച്ചത്? നിനക്ക് സന്യസിക്കാൻ പോവാൻ പാടില്ലായിരുന്നോ? നമ്മുടെ മനസ്സിലെ ടെൻഷനും സങ്കടവും ഭഗവാന്റെ മുമ്പിൽ പറയുമ്പോ മനസ്സിനൊരു സമാധാനം കിട്ടും. അതാ ഞാൻ. ഇതിനു മാത്രം എന്താ നിന്റെ സങ്കടം? ഇപ്പൊ നീ പറയുന്ന ന്യായം ആദർശിന്റെ കാര്യമായിരിക്കും. ശരി, സമ്മതിച്ചു. അപ്പൊ ഇത്രയും നാളോ? വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതൽ നീ രാവിലെ എഴുന്നേറ്റ് പോവും. എന്നിട്ട് അമ്പലത്തിലോട്ടാണെന്ന പേരും. അന്ന് നിനക്ക് എന്തായിരുന്നു സങ്കടം? ചേച്ചിക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. അതാ ഇങ്ങനെ ഓരോന്നും പറയുന്നത്. നിന്റെ പെരുമാറ്റത്തില് എനിക്ക് ദേഷ്യമുണ്ടെന്നുള്ളത് സത്യം തന്നെയാ. നിന്നെ വിവാഹം കഴിക്കുന്നത് വരെ രാജാവിനെ പോലെ കഴിഞ്ഞിരുന്ന ആൾ ആദർശ്. ഈ വിവാഹത്തോടെ അവൻ നശിച്ചു. ഇപ്പൊ ദേ കള്ളന്മാർക്കും കൊലപാതകൾക്കും ഒപ്പം അവനൊരു കുറ്റവാളി പോലെ കിടക്കുക. അതിന് ഞാൻ എന്താ ചെയ്തേ ചേച്ചി? ആദർശന്റെ കാര്യോർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കണേന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടാ ഞാൻ വരുന്നത്. ഓ, വലിയ കാര്യമായി പോയി. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിന്റെ പരിഹാരത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാതെ വെറുതെ പ്രാർത്ഥിച്ചോണ്ടിരുന്നാ മതിയല്ലോ. എനിക്കറിയാം നീ ഈ ഷോ കാണിക്കുന്നത് എന്തിനാന്ന്. നിനക്ക് എല്ലാവരുടെ മുന്നിൽ വലിയ ആളാവണം, ഒരു പാവമാണെന്ന് വരുത്തി തീർക്കണം. അതല്ലേ ലക്ഷ്യം? അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി പാവ എന്റെ അമ്മയും ആങ്ങളെയും പറ്റിച്ചല്ലേ ഇവിടുത്തെ മരുമകളായത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? ഞാൻ ആരോടും കള്ളം പറയില്ല ചേച്ചി. ശരി, നീ എന്റെ അനുജനെ സ്നേഹിച്ചിട്ടുണ്ടോ? അവനോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിട്ടാണോ നീ അവന്റെ ഭാര്യയായത്? അതോ അവന്റെ സ്വത്ത് കണ്ടിട്ടാണോ? എന്തിനാ ചേച്ചി മനഃപൂർവ്വം എന്നെ വിഷമിപ്പിക്കുന്നേ? ഞാൻ ചേച്ചി എന്റെ സ്വന്തം ചേച്ചി പോലെയല്ലേ കാണുന്നേ? അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്തിനാ എന്നോട് ഈ പക? എന്താ രണ്ടുപേരുടെ ഒരു സംസാരം? ഒന്നുമില്ലമ്മ. എനിക്ക് മീരയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ എങ്കിലും അത് ചോദിക്കണമെന്ന് തോന്നി. വേണ്ട മീ, നിന്നെ എനിക്കറിയാം. അതുകൊണ്ട് പറയാ, പരസ്പരം പഴി പറയാനുള്ള ഒരു സമയമല്ല ഇത്. അമ്മയ്ക്കല്ലെങ്കിൽ എന്നെയല്ലേ കുറ്റം പറയാനുള്ളൂ. മരുമകളെ ഒന്നും പറയില്ലല്ലോ. ആ, അതെങ്കിൽ അതെ. അതിന് നിനക്കെന്താ? ആദർശന്റെ ജാമ്യത്തിന്റെ കാര്യം അമ്മ വക്കീലിനോട് ചോദിച്ചോ? ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാ വക്കീല് പറയുന്നത്. വിഷമിക്കണ്ട മോളെ. ഏത് വിധേനയും ഞാൻ എൻ്റെ മോനെ പുറത്തു കൊണ്ടുവരും. അതിനുവേണ്ടി എന്ത് ചെയ്യാനും എത്ര പണം മുടക്കാനും ഞാൻ തയ്യാറാ.
ഭഗവാനോട് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആദർശേട്ടനെ ഈശ്വരൻ കാക്കും. തെറ്റ് ചെയ്യാത്തവരെ ഈശ്വരൻ ശിക്ഷിക്കില്ല, അതെനിക്ക് ഉറപ്പാ. എന്റെ കുഞ്ഞിൻ്റെ ഇത് ദോഷ സമയമാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാം ശരിയാവും. അതെ, എനിക്കും ആ വിശ്വാസം ഉണ്ടമ്മ. മനോജേട്ടാ, നാണക്കേട് കാരണം മനുഷ്യന് പുറത്തിറങ്ങാൻ വയ്യ. ടിവിയിൽ മുഴുവൻ ആദർശിന്റെ വാർത്തയാ. ഞാനും കണ്ടു. എല്ലാവരോടും മീരെ കെട്ടിയ പണക്കാരന്റെ ജാട പറഞ്ഞത് ഇപ്പൊ തലവേദനയായി. അതെ, എന്റെ ഫ്രണ്ട്സ് വിളിച്ച് ഓരോന്ന് ചോദിച്ച് സ്വൈര്യം തരുന്നില്ല. വാർത്തകൾ മുഴുവൻ സത്യമാവണമെന്നൊന്നുമില്ലല്ലോ. പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനൊരു വാർത്ത പ്രചരിപ്പിക്കോ? ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഇതോടെ ആ ബീനയുടെ അഹങ്കാരം തീരുമല്ലോ. നിനക്കിതെന്താ? ഈ അവസരത്തിലും സ്വാർത്ഥതയുടെ കണ്ണിലൂടെയാണോ നീ എല്ലാം കാണുന്നേ? ഇതിന്റെയൊക്കെ പേരിൽ അനുഭവിക്കുന്നതേ പാവം മീരയാ, അത് നീ മറക്കരുത്.